നിരന്തരമായിട്ടുള്ള ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് സൗദിയും യു എയും ഖത്തറും അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ ഇറാനെ തിരിച്ച് ആക്രമിക്കാത്തത്? ഇത്രമാത്രം ധൈര്യമില്ലാത്ത അല്ലെങ്കിൽ ഇത്രമാത്രം ഭീരുക്കളായിട്ടുള്ള രാജ്യങ്ങളാണോ ഈ ഗൾഫ് രാജ്യങ്ങൾ? കഴിഞ്ഞ ദിവസം സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു റിപ്പോർട്ട് വന്നിരുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായിട്ട് ആഗോള ആയുധ കൈമാറ്റത്തിലുണ്ടായ 10% വർധനവിനെ കുറിച്ചായിരുന്നു ആ റിപ്പോർട്ടിൽ പ്രധാനമായും സൂചിപ്പിച്ചത്. ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ഗൾഫ് രാജ്യങ്ങളെ കുറിച്ച് കൃത്യമായി അതിനകത്ത് പരാമർശമുണ്ടായിരുന്നു. സൗദി അറേബ്യ, UAE, ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ വൻതോതിൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുകയാണ്. ബില്യൺ കണക്കിന് ഡോളറിന്റെ ആയുധങ്ങൾ. ഇതിൽ കൂടുതലും വാങ്ങുന്നത് അമേരിക്കയിൽ നിന്നാണ്. ഇവർ ഈ വാങ്ങി വെക്കുന്ന ആയുധങ്ങൾ ഒന്നും തന്നെ ഇറാനെതിരെ ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുമില്ല. എന്തായിരിക്കാം യഥാർത്ഥ കാരണം? എന്തുകൊണ്ടാണ് അറബ് രാജ്യങ്ങൾ ഇത്ര ദുർബലരായി കാണപ്പെടുന്നത്? അറബ് രാജ്യങ്ങൾക്കിടയിൽ, വിശേഷിച്ച് ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണല്ലോ സൗദി അറേബ്യ. സൗദിയിൽ നിന്ന് തന്നെ നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധം വളരെ സങ്കീർണമാണ്. 2023 വരെയൊക്കെ അത് വളരെ മോശം അവസ്ഥയിലായിരുന്നു. 2023 ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഇടപെടലിലൂടെ സൗദിയും ഇറാനും തമ്മിൽ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുന്നു. വർഷങ്ങളായിട്ടുള്ള ശത്രുത അവസാനിപ്പിക്കുവാനും ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ചൈനയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട കരാർ വഴി അവർ തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു സമാധാന അന്തരീക്ഷമൊക്കെ രൂപപ്പെട്ടതാണ്. എന്നാൽ ഇന്നിപ്പോൾ ഇറാൻ സൗദി അറേബ്യയും തലങ്ങും വിലങ്ങും ആക്രമിക്കുകയാണ്. ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇറാന്റെ ആക്രമണം കാരണം പൊറുതിമുട്ടുന്ന ഗൾഫ് രാജ്യങ്ങൾ ചിലപ്പോൾ തിരിച്ചാക്രമിച്ചേക്കുമെന്ന്. അപ്പോഴും ഉറപ്പൊന്നുമില്ല. ഈ ഒരു അവസ്ഥയിലും ഗൾഫ് രാജ്യങ്ങൾ എന്തുകൊണ്ടായിരിക്കാം ആക്രമിക്കാതെ പിടിച്ചു നിൽക്കുന്നത്? സൗദി അറേബ്യ ഇപ്പോൾ അവരുടെ സമ്പദ് വ്യവസ്ഥയെ എണ്ണ ഇതര മേഖലകളിലേക്ക് മാറ്റാനുള്ള വിഷൻ 2030 പോലുള്ള വലിയ പദ്ധതികളുടെ തിരക്കിലാണ്. ഒരു യുദ്ധമുണ്ടാവുകയാണെങ്കിൽ വിദേശ നിക്ഷേപകർ പിന്മാറുകയും ടൂറിസം ഉൾപ്പെടെയുള്ള മേഖലകൾ തകരുകയും ചെയ്യും. വികസനത്തിന് സമാധാനം അത്യാവശ്യമാണ് എന്ന് സൗദി അറേബ്യയ്ക്ക് നന്നായിട്ടറിയാം. ഇതേ പ്രശ്നം തന്നെയാണ് UAEയും ഖത്തറും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കും ഉള്ളത്. എന്ന് വെച്ചാൽ ഇവർ തിരിച്ചാക്രമിക്കുകയാണെങ്കിൽ ഇറാനുമായിട്ട് നേരിട്ടൊരു യുദ്ധത്തിലേക്ക് പോകും. അങ്ങനെ വന്നാൽ തങ്ങളുടെ ഹൈ വാല്യൂ അസറ്റ്സ് അടക്കം അപകടത്തിലാവും. ഇറാനെ ആക്രമിക്കാതിരിക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഇത് തന്നെയാണ്. UAEയുടെ സാമ്പത്തിക അടിത്തറ എന്നത് ടൂറിസം, വ്യാപാരം, വിദേശ നിക്ഷേപം എന്നിവയാണ്. ദുബായ്, അബുദാബി തുടങ്ങിയ നഗരങ്ങൾ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഇടങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത്. ഒരു ചെറിയ മിസൈൽ ആക്രമണം പോലും ഈ സുരക്ഷാ പ്രതിച്ഛായയെ തകർക്കുമെന്ന് UAEക്ക് നന്നായിട്ടറിയാം. അത് വിദേശ നിക്ഷേപകർ രാജ്യം വിട്ടു പോകാനും ടൂറിസം മേഖല തകരാനും കാരണമാകും. UAEയും ഇറാനും തമ്മിലുള്ള ദൂരം വളരെ കുറവാണ്. ഇറാനും UAEയും തമ്മിലൊരു യുദ്ധമുണ്ടാവുകയാണെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇറാന്റെ കൈവശമുള്ള മിസൈലുകൾ UAEയുടെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം തന്നെ പതിക്കും. സൗദി അറേബ്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ വിസ്തൃതിയും വളരെ കുറവാണ് UAEക്ക്. അതുകൊണ്ട് തന്നെ യുദ്ധമുണ്ടായാൽ ഒളിച്ചിരിക്കാനോ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറാനോ ഉള്ള സൗകര്യം പോലും വളരെ കുറവാണ്. ഇതിനു പുറമെയാണ് യമനിലെ ഹൂതി വിമതർ ഉയർത്തുന്ന വലിയ ഭീഷണികൾ. ഇതും UAEയെ ആശങ്കപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാനെ തിരിച്ചടിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും ഇപ്പൊ കഴിയുന്നില്ല. നിലവിൽ ഇറാൻ നടത്തുന്ന പ്രകോപനങ്ങളെ തങ്ങളുടെ പക്കലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തടയുവാനും അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര സമ്മർദ്ദം ചെലുത്തുവാനുമാണ് UAEയും ഖത്തറും അതുപോലെ സൗദിയും ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ ശ്രമിക്കുന്നത്. മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങൾ ആയുധങ്ങളുടെ കാര്യത്തിന് കൂടുതൽ അമേരിക്കയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പല ആയുധങ്ങളും അമേരിക്കയുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ എന്ന പ്രശ്നങ്ങളുമുണ്ട്. ഏതെങ്കിലും തരത്തിൽ അമേരിക്കൻ ആയുധങ്ങൾ യുദ്ധത്തിൽ ഉപയോഗിക്കപ്പെടുകയും ഇറാന്റെ മുന്നിൽ അത് പരാജയപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അപ്പോഴും അത് അമേരിക്കയ്ക്ക് വലിയ നഷ്ടമുണ്ടാക്കും. അമേരിക്കൻ ആയുധ വിപണി അത് വളരെയധികം ആഘാതം ഏൽപ്പിക്കുന്ന ഒന്നായി മാറും. അപ്പൊ അതുകൊണ്ട് അമേരിക്കയുടെ അനുമതി എല്ലാ ആയുധങ്ങളും ഉപയോഗിക്കുന്നതിന് ലഭിക്കണമെന്നില്ല. മറ്റൊരു കാരണം, ഇറാന്റെ പക്കലുള്ള ആയുധങ്ങളിൽ ഏറിയ പങ്കും, അതിപ്പോൾ ചെറിയ റോക്കറ്റുകളോ മിസൈലുകളോ എന്തുമായിക്കോട്ടെ, ഡ്രോണുകളായിക്കോട്ടെ, അതൊക്കെ തന്നെ ഇറാൻ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തവയാണ്. റഷ്യയുടെയോ ഉത്തര കൊറിയയുടെയോ ഒക്കെ സപ്പോർട്ട് ഇറാന് കിട്ടിയിട്ടുണ്ടാകാം. പക്ഷെ ഇറാൻ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്തവയാണ് അവയിൽ ഏറിയ പങ്കും. അത് മാസ് പ്രൊഡക്ഷൻ നടത്തി വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ UAEയും സൗദിയും ഒക്കെ ഒരു മിസൈൽ ഉപയോഗിക്കുമ്പോൾ ബില്യൺ കണക്കിന് ഡോളറാണ് ചിലവ് വരുന്നത്. കാരണം ഇത് അമേരിക്കയുടെ അടുത്തുനിന്ന് വാങ്ങിയതാണ്, വലിയ വില കൊടുത്ത് വാങ്ങിച്ചതാണ്. എന്നാൽ ഇറാന്റെ കൈവശം ചീപ്പായിട്ട് അവർ ഉണ്ടാക്കി വെച്ച ആയുധങ്ങളാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യുദ്ധം നടത്തുകയാണെങ്കിൽ തന്നെ വലിയ നഷ്ടം ഗൾഫ് രാജ്യങ്ങൾക്കുണ്ടാവും സാമ്പത്തികമായിട്ട്. അതുകൊണ്ടാണ് അവർ ഈ യുദ്ധത്തിൽ ഇറാനെ തിരിച്ചാക്രമിക്കാൻ പ്രധാനമായിട്ട് ഭയപ്പെടുന്നതിന്റെ കാരണങ്ങളിൽ ഒന്ന്. വികസിത രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ എന്നും യുദ്ധങ്ങളെ ഭയപ്പെടും. എത്ര പതിറ്റാണ്ടായി ചൈന ഒരു യുദ്ധം ചെയ്തിട്ട് തായ്വാനെ ആക്രമിക്കണമെന്നും
പിടിച്ചെടുക്കണമെന്നും ഒക്കെ ചൈനയ്ക്കുണ്ട്. പക്ഷെ ഭയമാണ്. തിരിച്ചടി തായ്വാന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ യുദ്ധം ചൈന ജയിച്ചാൽ പോലും വലിയ വില ചൈന കൊടുക്കേണ്ടി വരും. ചൈനയുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നഗരങ്ങളിൽ ഒരു മിസൈൽ പതിച്ചാൽ അത് ഉണ്ടാക്കുന്ന ആൾനാശവും സാമ്പത്തിക നഷ്ടവും വളരെ വലുതായിരിക്കും. ഇത് തന്നെയാണ് ചൈനയുടെയും ഭയം. ഇത് തന്നെയാണ് അമേരിക്കയുടെയും ഭയം. ഏറ്റവും അധികം യുദ്ധങ്ങളെ ഭയപ്പെടുന്ന രാജ്യമാണ് അമേരിക്ക. അതുകൊണ്ടാണ് അമേരിക്ക അവരുടെ രാജ്യത്തിന് ചുറ്റുമുള്ള രാജ്യങ്ങൾ സൈനികമായി ശക്തമാകാതിരിക്കാൻ എന്നും ശ്രമിക്കുന്നത്. ഒന്നെടുത്ത് നോക്കൂ, വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ അമേരിക്കയുടെ പകുതി സൈനിക ശക്തിയുള്ള ഒരു രാജ്യം പോലുമില്ല. വടക്കേ അമേരിക്കയിലും തെക്കേ അമേരിക്കയിലും ഒരു രാജ്യത്തിന്റെ കയ്യിലും ആണവായുധം കിട്ടരുത് എന്ന് അമേരിക്ക പ്രത്യേകമായി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബ്രസീൽ, അർജന്റീന ഒക്കെ പോലെയുള്ള രാജ്യങ്ങൾ താരതമ്യേന വലിയ രാജ്യങ്ങളാണ്. പക്ഷെ സൈനികമായിട്ട് അമേരിക്കയുടെ വെട്ടത്ത് നിൽക്കാൻ പോലും ആ രാജ്യങ്ങൾക്ക് കഴിയില്ല. അമേരിക്കയുമായിട്ട് അതിർത്തി പങ്കിടുന്ന മെക്സിക്കോ ആയിക്കോട്ടെ, ഉടക്കി നിൽക്കുന്ന ക്യൂബ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള വെനസ്വേല ആയിക്കോട്ടെ, അമേരിക്കയുടെ സാമന്തരായിട്ടുള്ള കാനഡ ആയിക്കോട്ടെ, ഇവർക്കൊന്നും അമേരിക്കയോടൊപ്പം എത്താനുള്ള ഒരു ശേഷിയുമില്ല. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ, ഈ രാജ്യങ്ങൾ സൈനികമായി ശക്തമാകാതിരിക്കാൻ അമേരിക്ക എല്ലായ്പ്പോഴും ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട്. കാരണം ഭയമാണ്, യുദ്ധങ്ങളെ ഭയമാണ്. ഏഷ്യയിൽ വന്ന് അല്ലെങ്കിൽ യൂറോപ്പിൽ പോയി യുദ്ധങ്ങളുടെ ഭാഗമാകുന്നത് പോലും അമേരിക്ക വളരെ ആലോചിച്ചിട്ടാണ്. ഇപ്പോൾ തന്നെ ഇറാൻ യുദ്ധത്തിൽ അമേരിക്കൻ ജനതയ്ക്ക് പേടിയാണ്. അവരുടെ ജവാന്മാരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിൽ അവർ ആശങ്കയിലാണ്. ഈ വലിയ വികസിത രാഷ്ട്രങ്ങൾക്ക് യുദ്ധങ്ങൾ എന്നും ഭയമാണ്. അത് തന്നെയാണ് ഇവിടെ ഗൾഫ് രാജ്യങ്ങളുടെയും പ്രശ്നം. ഇത് പൊതുവെ പലപ്പോഴും നമ്മുടെ നാട്ടിലെ ആളുകൾ ആരും തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കാറില്ല. എന്ന് വെച്ചാൽ ഇന്ത്യ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുന്ന കുറെ ആൾക്കാരുണ്ടാവുമല്ലോ, മോദി സർക്കാരിനോട് താല്പര്യമില്ലാത്തവര്. ഈ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ എന്തുകൊണ്ട് നിർത്തി, അത് നിർത്തണ്ടായിരുന്നു എന്ന് പറയുന്ന കൂട്ടർ. അവർക്ക് ഇപ്പൊ പക്ഷേ കാര്യങ്ങൾ അറിയാം. ഓപ്പറേഷൻ സിന്ദൂർ നിർത്തരുതായിരുന്നു എന്ന് പറഞ്ഞ കൂട്ടർക്ക് എന്തുകൊണ്ടാണ് സൗദി അറേബ്യയും UAEയും ഇറാനെ തിരിച്ചാക്രമിക്കാത്തത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവുണ്ട്. കാരണം യുദ്ധം നടത്തി കഴിഞ്ഞാൽ വലിയ നഷ്ടം വരും. ഇറാന്റെ ആക്രമണത്തിൽ കുറെ നഷ്ടങ്ങൾ ഇവർക്കും ഉണ്ടാവും, സാമ്പത്തിക നഷ്ടം ഉണ്ടാവും. അതുകൊണ്ടാണ് ആക്രമിക്കാത്തതെന്ന് ഉടനെ അവർ പറയും. പക്ഷെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് നമ്മളത് പാകിസ്ഥാന്റെ റിക്വസ്റ്റ് ഉണ്ടാവുന്നു, നമ്മളത് നിർത്തുന്നു. അപ്പോൾ പലരുടെയും ചോദ്യം, ഇന്ത്യ എന്തിനു നിർത്തി? പാകിസ്ഥാൻ റിക്വസ്റ്റ് ചെയ്ത് ഉടനെ നിർത്തേണ്ട കാര്യമുണ്ടോ? ഇതാണ് അവരുടെ ചോദ്യം. അതുപോലെ തന്നെ ചൈനയൊക്കെ അവരെ ആക്രമിക്കാത്തത് എന്ത്? ഇതൊക്കെയാണ് അവരുടെ ചോദ്യം. എന്തുകൊണ്ട് ബംഗ്ലാദേശിനെ ആക്രമിക്കുന്നില്ല? ബംഗ്ലാദേശിനെ പേടിയാണോ? എന്തുകൊണ്ട് മാലിദ്വീപിനെ പിടിച്ചെടുക്കുന്നില്ല? പേടിയാണോ? ഇങ്ങനെ ഇന്ത്യ ഗവൺമെന്റിന് മേൽ പ്രഷർ കൊടുക്കുകയാണ്. ഇന്ത്യ വലിയ യുദ്ധങ്ങൾക്ക് പോകാത്തതിന്റെ കാരണവും ഏതാണ്ട് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയാണ്. എന്ന് വെച്ചാൽ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ചൈനയെ മറികടന്ന് അടുത്തൊരു വലിയ ലോകത്തിന്റെ ഫാക്ടറിയായും ഒരു വലിയ ശക്തിയായും ഒക്കെ ഇന്ത്യ വളരും എന്ന പ്രവചനങ്ങൾ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇന്ത്യ യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ ഉദ്ദേശിക്കുന്ന കമ്പനികൾ, രാജ്യങ്ങൾ, വ്യക്തികൾ ഇവർ ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ തയ്യാറാവുമോ? യുദ്ധത്തിൽ പെട്ടിരിക്കുന്ന ഒരു രാജ്യം, ആ രാജ്യത്തിന്റെ ഭാവി എന്താകുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ആ രാജ്യം യുദ്ധത്തിൽ ജയിക്കുമോ? ജയിച്ചാൽ തന്നെ വീണ്ടും ഒരു സസ്റ്റൈനബിൾ ഗ്രോത്ത് കാഴ്ചവെക്കുമോ? ആ രാജ്യം സാമ്പത്തികമായി വീണ്ടും വളരുമോ? ഇതൊന്നും അറിയാത്തൊരു ഘട്ടത്തിൽ ഒരു രാജ്യമോ ഒരു കമ്പനിയോ ഒരു വ്യക്തിയോ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്ന് പണം ഇൻവെസ്റ്റ് ചെയ്യില്ല. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അടക്കം സകലതും നിന്നുപോകും. ഇതോടൊപ്പം തന്നെ ഇന്ത്യയുടെ വളർച്ച താഴേക്ക് പോകും. ഇത് മാത്രമല്ല, നമുക്ക് എത്രയൊക്കെ മികച്ച എയർ ഡിഫൻസ് സിസ്റ്റംസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഏതെങ്കിലും ഒരു ചെറിയ സാധ്യത 0.1% എങ്കിലും നമ്മുടെ ഏതെങ്കിലും നഗരങ്ങളിലോ കെട്ടിടങ്ങളിലോ കേന്ദ്രങ്ങളിലോ ശത്രുവിന്റെ മിസൈലുകൾ പതിക്കാനുള്ള ഒരു പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെ ഒരു വലിയ യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ ഹൈ വാല്യൂ അസറ്റ്സിലും നഷ്ടങ്ങൾ ചിലപ്പോൾ സംഭവിച്ചേക്കാം. പക്ഷെ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് നമ്മൾ ലോകത്തിന് കാണിച്ചു കൊടുത്തു, ഇന്ത്യയുടെ അസറ്റ്സ് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നമ്മൾ പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. അത് വേറെ കാര്യം. എന്നിരുന്നാലും ലോങ് ടേമിലേക്ക് നിൽക്കുന്ന ഒരു യുദ്ധം നമ്മുടെ സാമ്പത്തിക വളർച്ചയെ തീർച്ചയായിട്ടും ബാധിക്കുക തന്നെ ചെയ്യും. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം കണ്ടിടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു വികസിത രാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റുക എന്നതാണ്. 2047 ഒരു സമ്പന്ന വികസിത രാഷ്ട്രമായിട്ട് ഇന്ത്യ മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധ യുദ്ധങ്ങളിലാകരുത്, മറിച്ച് എക്കണോമിക് ഗ്രോത്തിലായിരിക്കണം. അതുകൊണ്ടാണ് ഇന്ത്യ പല വിഷയങ്ങളിലും സംയമനം പാലിക്കുന്നത്. അമേരിക്കയുമായിട്ടുള്ള വ്യാപാരത്തിന്റെ സമയത്ത് ഇന്ത്യ എന്തുകൊണ്ട് ട്രംപിനെ ചീത്ത വിളിക്കുന്നില്ല, മോദി എന്തുകൊണ്ട് ട്രംപിനെ ഒന്നും പറയുന്നില്ല എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത്. മോദിക്ക് പേടിയാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എന്നാൽ ഇങ്ങനെ ചോദിക്കുന്നവർക്ക് UAEയും സൗദിയും എന്തുകൊണ്ടാണ് ഈ അമേരിക്കക്കെതിരെ ഒന്നും മിണ്ടാത്തത്? എന്തുകൊണ്ട് ഇസ്രായേലിനോടും അമേരിക്കയോടും പറയുന്നില്ല ഇറാനെ ആക്രമിക്കരുത് എന്ന്? എന്തുകൊണ്ട് ഇറാന്റെ കൂടെ നിന്ന് അമേരിക്കയെ ആക്രമിക്കുന്നില്ല എന്നൊന്നും ഇവരാരും ചോദിക്കില്ല, അവരാരും പറയില്ല, മിണ്ടില്ല അതിനെക്കുറിച്ച്. അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ ഇറാനെതിരെ നടത്തുന്ന യുദ്ധമാണല്ലോ മിഡിൽ ഈസ്റ്റിലും വിശേഷിച്ച് ഗൾഫ് രാജ്യങ്ങൾക്കും പുതിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത്, സാമ്പത്തികമായിട്ട് ഉൾപ്പെടെ.
അപ്പൊ എന്തുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയെ എതിർക്കുന്നില്ല, എതിർത്തൊരു അക്ഷരം പറയുന്നില്ല എന്നാരും ചോദിക്കില്ല. കാരണം അതിനെ അവർ ന്യായീകരിക്കും. ഗൾഫ് രാജ്യങ്ങൾക്ക് അവരുടെ എക്കണോമി അമേരിക്കയുമായി ബന്ധപ്പെട്ടാണ്, അമേരിക്കയുടെ ഉപരോധങ്ങൾ വരും, അമേരിക്കയുടെ ആയുധങ്ങളാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞ് 100 ന്യായീകരണം നിരത്തും. ഇന്ത്യയുടെ കാര്യം വരുമ്പോൾ ഇതൊന്നും മിണ്ടില്ല. അറിയാമെങ്കിലും ഇന്ത്യ എന്തിന് അമേരിക്കയെ ശത്രുവാക്കണം? ഇന്ത്യ അമേരിക്കയെ ശത്രുവായാൽ ഇന്ത്യക്ക് ഉണ്ടാവുന്ന സാമ്പത്തിക നഷ്ടമാണ് ഏറ്റവും വലുത്. ഒന്നാമത് നമ്മൾ അമേരിക്കൻ കമ്പനികളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആപ്പിൾ അടക്കമുള്ള കമ്പനികൾ. ഇന്ത്യ അമേരിക്ക റിലേഷൻ മോശമായി കഴിഞ്ഞാൽ അമേരിക്കയുമായിട്ട് ഉടക്കി നിൽക്കുന്ന ഒരു രാജ്യത്ത് ഏതെങ്കിലും ഒരു അമേരിക്കൻ കമ്പനി കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ ധൈര്യപ്പെടുമോ? ഒരിക്കലുമില്ല. നാളെ അമേരിക്കയുടെ ഉപരോധങ്ങൾ ഉണ്ടാകുമോ എന്ന ഭയം അവർക്കുണ്ടാവും. അമേരിക്കൻ ഗവൺമെന്റിന്റെ ആശീർവാദമില്ലാതെ ഒരു അമേരിക്കൻ കമ്പനിക്കും ഇന്ത്യയിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ അമേരിക്കയെ പ്രൊവോക്ക് ചെയ്യാതെ ഇന്ത്യ പരമാവധി തന്ത്രപരമായിട്ട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കും. പാകിസ്ഥാനുമായിട്ട് ഒരു വലിയ നീണ്ടകാല യുദ്ധത്തിലേക്ക് പോകാതിരിക്കുന്നതും അമേരിക്കയുമായിട്ട് ഉടക്കാതെ സൗഹൃദം നിലനിർത്തി പോകുന്നതും, ഇത് രണ്ടും ഇന്ത്യയുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് ആവശ്യമാണ്. 2047 ഒരു വികസിത രാഷ്ട്രമായിട്ട് മാറണമെങ്കിൽ ഇന്ത്യ വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം. ഗൾഫ് രാജ്യങ്ങൾ ഇറാനെ തിരിച്ചാക്രമിക്കാത്തതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നും അവരുടെ സാമ്പത്തിക താല്പര്യങ്ങളാണ്. യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് അവർക്കറിയാം. പക്ഷെ ഇന്ത്യയുടെ കാര്യത്തിലുള്ള ഒരു വ്യത്യാസം, ഗൾഫ് രാജ്യങ്ങൾക്ക് സ്വയം പ്രതിരോധിക്കാനുള്ള ശേഷിയില്ല, തിരിച്ചടിക്കാനുള്ള ധൈര്യവുമില്ല. ഇന്ത്യക്ക് സ്വയം പ്രതിരോധിക്കാനുള്ള ശേഷിയുമുണ്ട്, തിരിച്ചടിക്കാനുള്ള ധൈര്യവുമുണ്ട്. അതേസമയം തന്നെ യുദ്ധം നീട്ടിക്കൊണ്ടു പോകാതെ അവസാനിപ്പിക്കാനുള്ള മിടുക്കുമുണ്ട്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ആഗ്രഹിച്ചതാണ് യുദ്ധം നീട്ടിക്കൊണ്ടു പോകണമെന്ന്. പക്ഷെ ഇന്ത്യ 2-3 ദിവസം കൊണ്ട് തന്നെ അടിച്ച് നടുവടിച്ച് താഴെ ഇട്ട് കളഞ്ഞു. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ത്യയോട് നിർത്താം, നിങ്ങൾ ഇനി അടിക്കരുത്, ഞങ്ങളും ഇല്ല എന്ന് പറയേണ്ടി വന്നത്. അവിടെ ഇന്ത്യ നിർത്തി. അതാണ് ഇതിലെ വ്യത്യാസം. എന്തുകൊണ്ട് ഇന്ത്യയുമായിട്ട് ഇവിടെ കമ്പയർ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തും അമേരിക്കയുടെ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പേര് നമ്മുടെ രാജ്യത്തിന്റെ നിലപാടിനെ വിമർശിക്കുകയുണ്ടായി. അവര് മനസ്സിലാക്കാതെ പോകുന്നത് ഇന്ത്യക്ക് ഇന്ത്യയുടെ സാമ്പത്തിക താല്പര്യങ്ങളും നയങ്ങളും ഉണ്ട്. അത് ഇന്ന് ഗൾഫ് രാജ്യങ്ങൾ ഇറാനെ ആക്രമിക്കാൻ ഭയപ്പെടുന്നതും ഇതേ സാമ്പത്തിക താല്പര്യങ്ങൾ കൊണ്ടാണ്. എന്നാൽ ഇന്ത്യ ഗൾഫ് രാജ്യങ്ങളെ പോലെ ഭയന്നില്ല. ഇന്ത്യ പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിച്ചിട്ടാണ് നിർത്തിയത്. എന്നിട്ടാണ് ഇവിടെ പലരും ചോദിച്ചത് എന്തുകൊണ്ട് പിന്നെയും യുദ്ധം ചെയ്തില്ല എന്ന്. അതുപോലെ അമേരിക്കയുടെ വിഷയത്തിലും ഇന്ത്യ അമേരിക്കയെ ഒരു പാഠം പഠിപ്പിച്ചിരുന്നു. ഇന്ത്യയുടെ മേൽ 50% താരിഫ് ചുമത്തിയിട്ടും ഇന്ത്യ കുലുങ്ങിയില്ല. അവസാനം ഒരു ഡീലിലേക്ക് വന്നപ്പോഴാണ് ഇന്ത്യ അമേരിക്കയും തമ്മിൽ നെഗോഷിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ടും പലരും ഇവിടെ പറഞ്ഞു വരുന്നത് ഇന്ത്യ അമേരിക്കയുടെ മുന്നിൽ മുട്ടുമടക്കിയെന്നാണ്. ഇന്ത്യ മുട്ടുമടക്കി എന്ന് പറയുന്നവർ ശരിക്കും ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയുടെ മുന്നിൽ തറയിൽ കിടന്നു എന്ന് പറയേണ്ടി വരും കേട്ടോ, സീരിയസ്ലി. കാരണം തിരിച്ചൊരു അക്ഷരം പറയാനോ ഒരു നിലപാടെടുക്കാനുള്ള ധൈര്യം പോലുമില്ല. ഗൾഫ് രാജ്യങ്ങൾക്ക് മാത്രമല്ല, തുർക്കിക്കും അതുപോലെ ഈജിപ്തിനും ഒറ്റ രാജ്യത്തിനുമില്ല, അതിനുള്ള നട്ടല്ലില്ല. ഇന്ത്യ എടുക്കുന്ന നിലപാടുകളുടെ ഒരു 10% അത്ര പോലും എടുക്കാനുള്ള തൻ്റെ ഇടമോ ധൈര്യമോ ഈ പറയുന്ന രാജ്യങ്ങൾക്കൊന്നുമില്ല എന്നുള്ളതാണ് വസ്തുത. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.